നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ട്. പല രീതിയിലും പല എഫക്റ്റിലും നമുക്ക് സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് അടിപൊളി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഗ്യാലറിയിലെ പാട്ടൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ചിട്ട് അടിപൊളി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് വിഡ് ഷോ. ഈ വിഡ് ഷോയിൽ എങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടാക്കുക, അതിൽ എന്തൊക്കെ ഫീച്ചറുകളുണ്ട്, എന്തൊക്കെ ടെംപ്ലേറ്റുകളുണ്ട്, എന്തൊക്കെ എഫക്റ്റുകളുണ്ട്, ഇതൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നവർ ഇതിൻ്റെ പ്രീമിയം എടുക്കണം എന്നൊക്കെ പറയും ഇവർ. പ്രീമിയം എടുത്താൽ ഒരുപാട് നല്ല ഫീച്ചറുകൾ, ഒരുപാട് എഫക്റ്റുകൾ ഒക്കെ കിട്ടും. അത് വേണമെങ്കിൽ എടുത്താൽ മതി, എടുക്കണമെന്നില്ല. അല്ലാണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് ആദ്യം മേലെ ഒരു ഇൻറ്റു മാർക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഈ നോട്ടീസ് അങ്ങ് പോകും. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകളുണ്ട്, കണ്ടമാനം ടെംപ്ലേറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ മേലെ കാറ്റഗറി ബേസിൽ ഇഷ്ടംപോലെ കാറ്റഗറി ഉണ്ട്. ഏത് കാറ്റഗറിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കുക ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഇവിടെ യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് പരസ്യം കാണേണ്ടി വരും. ആ പരസ്യം ഒന്ന് കണ്ടു കൊടുക്കുക കേട്ടോ. അത് ഡെവലപ്പർക്ക് ഒരു സഹായമല്ലേ, പരസ്യം ഒന്ന് കാണുക. പിന്നെ ഈ കുഞ്ഞു പാവങ്ങളുടെ മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്താൽ എനിക്ക് കോപ്പിറൈറ്റ് വരും. ഒരു കുഞ്ഞു പാവൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇതുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഈ കുഞ്ഞു പാവക്ക് പകരം ആഡ് ചെയ്ത് കൊടുക്കുക. എന്തൊരു ക്യൂട്ട് മോളല്ലേ. ഇവിടെ മേക്ക് വീഡിയോ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്യാം. ഇടയ്ക്ക് പരസ്യം വന്നിങ്ങനെ കാണുകയും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയിട്ട് കറക്റ്റായിട്ടൊക്കെ റിമൂവ് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ ഫോട്ടോ മാത്രമാണ് ഇതിലേക്ക് വരിക. കണ്ടോ, ആ ഫോട്ടോ മാത്രം ആ എഫക്റ്റിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഈ മ്യൂസിക് ഐക്കൺ ഉണ്ട് ഇവിടെ, ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള മ്യൂസിക്, ഇവിടുന്ന് മ്യൂസിക് വേണമെങ്കിൽ നോൺ കൊടുക്കുക, അല്ലെങ്കിൽ ലോക്കൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗ്യാലറിയിലുള്ളൊരു പാട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിൽ അത് സേവ് ആവും വളരെ എളുപ്പത്തിൽ. ഇതുപോലെ നമുക്ക് ഇതിലുള്ള ഏത് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം, ഏത് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം, അടിപൊളി സ്റ്റാറ്റസ് ഉണ്ടാക്കാം. നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് സ്റ്റോറിയും ഒക്കെ വെക്കാം. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അതും നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.